നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതി, ശരി അച്ഛാ, ഇവിടെ പൂജ തുടങ്ങിയതേ ഉള്ളൂ. എന്നാ ശരി മോളെ. നീ വെച്ചോ. ശരി. അച്ഛൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നു. എടി പൂജ അടക്കല്ലേ, നീ അധികല്ലേ, അവരവിടെ അന്വേഷിക്കുന്നുണ്ട്. ശരി. അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, ഈ വീട് മൊത്തം അലങ്കരിക്കണ്ടേ? സന്ധ്യ ആവുമ്പോഴേക്കെങ്കിലും കഴിയുക. അത് കഴിയും. പിന്നെ വേറൊരു കാര്യം. എന്താ? ഈ ഭക്ഷണം കഴിക്കാറാകുമ്പോ ഒന്ന് കഴിച്ചോണേ. ശരി സാർ. പോട്ടാ. അവന് സംശയമില്ല തോന്നിക്കാണുമോ? ഏയ് ഇല്ല. അവൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ എങ്ങനെയാ ശരിയാവുക? നമ്മളെ പണി നടക്കൂല. നമ്മളെക്കാൾ വലിയ ഗുണ്ടയാവൻ. നമുക്കുള്ള അവസരം വീണ് കിട്ടൂടാ. നീ ക്ഷമ എനിക്ക്. ശ്രീരാമ രാമ രാമേതിരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാന. എന്തു പറ്റി? അച്ഛൻ വിളിച്ചത്. മുഖ്യ പൂജയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലക്ഷണവശാൽ കാണുന്ന ചിലത് പറഞ്ഞോട്ടെ. പറയണം തിരുമേനി. പൂജാവേളകളിൽ കണിമംഗലത്തിന് ജ്ഞാനദൃഷ്ടി ഉദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പറയുന്നത് അച്ചട്ടാവുന്നു. സീതാരാമന്മാരെ പോലെ ശ്രേഷ്ഠ ദാമ്പത്യമാണ് ഈ 3 ജോഡി ദമ്പതികൾക്കും വിധിച്ചിരിക്കുന്നത്. ഏത് ശൂർപ്പണക വിചാരിച്ചാലും ഇവരെ തമ്മിൽ പിരിക്കാനാവില്ല. മൂക്കും മറ്റവയവങ്ങൾക്കും ഭംഗം നേരിടുമെന്ന് മാത്രം. പിന്നെ ഇയാള് പറഞ്ഞ ഉടനെ അങ്ങ് നടക്കുകയല്ലേ. ഓലക്കേട മൂട്. പിന്നെ മുന്നിൽ കാണുന്നത് പറയാനല്ലോ അല്ലേ? പറയണം തിരുമേനി. ഇക്കൂട്ടത്തിൽ ഒരു ദമ്പതികൾക്ക് വിരഹദുഃഖം വിധിച്ചിട്ടുണ്ട്. ദൈവമേ അനുഗ്രഹിക്കണേ. ഭാര്യ മരണത്തിന്റെ വക്കുവരെ എത്തും. അയ്യോ, ശേഷം ചിന്തിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.